വക്രാസൂക്കി നടക്കുന്ന സർക്കസ് കാണാൻ ഞാൻ പോവാണ്. നിങ്ങൾ വരുന്നുണ്ടോ? അപ്പോൾ മിനി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ലെറ്റ്സ് ഗോ. 5 മണിയുടെ ഷോയാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 50 റിയാലാണ് ബ്രോൺസ് ടിക്കറ്റ്. ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ മാത്രമാണ് പോകുന്നത്. ഏട്ടന് ഓഫീസിലുള്ളതുകൊണ്ട് പുള്ളിക്ക് സർക്കസ് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ടാക്സി എടുത്ത് പോകാം. ആക്ച്വലി മെട്രോയിൽ പോയാലും ടാക്സി എടുത്ത് പോയാലും ഏകദേശം വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ അത് കാരണം ഇവിടുന്ന് ടാക്സി എടുത്ത് പോവാം. ഓൾറെഡി കുറച്ച് ലേറ്റായി, അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോവാം. വരുന്ന വഴിക്ക് കണ്ട നല്ല അടിപൊളി സൺസെറ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ വക്രസൂക്കിലെത്തി. നമുക്ക് വളരെ അടുത്ത്, നമുക്ക് കാറ് ഡ്രോപ്പ് ചെയ്യുന്ന അവിടെ തന്നെയാണ് ഇതിൻ്റെ ഇവൻറ്റ്. നമുക്ക് കണ്ടുപിടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവിടെ തന്നെ ഞാനൊരു 4:15 കഴിഞ്ഞ് 4:30 ഒക്കെ ആയപ്പോഴത്തേക്കും എത്തിയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് നമുക്ക് സമയമുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ നേരത്തെ കയറി ഇരിക്കാം കേട്ടോ. പക്ഷേ ഞാൻ കുറച്ച് നേരം അവിടെ എല്ലാം ഇങ്ങനെ നടന്നു, ബീച്ചിലൊക്കെ പോയി കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു 4:45 ആയപ്പോഴത്തേക്കും തിരിച്ച് വന്നിട്ട് നമ്മൾ സീറ്റ് ബാർകോഡ് അനുസരിച്ചിട്ട് നമുക്ക് അവർ പറഞ്ഞു തരും, ഗൈഡ് ചെയ്ത് തരും എങ്ങോട്ടാ പോയി ഇരിക്കേണ്ടതെന്നുള്ളത്. അങ്ങനെ നമ്മൾ സർക്കസ് സ്റ്റാർട്ട് ചെയ്തു. നല്ല അടിപൊളി ഷോ ആയിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. കുട്ടികളായിട്ട് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് കുറച്ചും കൂടി കുട്ടികളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് കൂടുതലും വന്നത് ഫാമിലീസ് ആണ്. അവിടെ സോളോ ട്രിപ്പ് പോലെ വന്നത് ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ബാക്കി എല്ലാവരും ഫാമിലീസ് കുട്ടികളുമായിട്ടാണ് കൂടുതലും വന്നത്. എക്സ്റ്റെൻഡ് ചെയ്തതാണ് ആക്ച്വലി. 17-ാം തീയതി വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ സർക്കസ് കണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അടിപൊളി സർക്കസ് ആയിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ 17-ാം തീയതി വരെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കുട്ടികളെ ഫാമിലി ആയിട്ടൊക്കെ പോവുക. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തൊരു മിനി വ്ളോഗായിട്ട് വരുന്നവരേക്കും.